ഞാൻ ബിജെപിക്കാരനാണ്. പിണറായി സാർ വീണ്ടും അതിനകത്ത് വരണം. ഞങ്ങളുടെ 2500 രൂപ ഞങ്ങൾക്ക് തരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വ്യക്തിയെക്കുറിച്ച് പ്രതിപക്ഷത്തുള്ളവർ പറഞ്ഞു ഫലിപ്പിക്കുന്നതും, പക്ഷേ ജനങ്ങൾക്കുള്ളിൽ അദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തിനോടുള്ള മതിപ്പെന്താണെന്നും നിങ്ങൾക്ക് ഈ ഒരു പ്രതികരണം പറഞ്ഞു തരും. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതികരണം അതൊരു ഇടതുപക്ഷക്കാരൻ്റേതല്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഇത് ഒരു PR ടീമും എടുത്തു വച്ചതുമല്ല, മറിച്ച് BJPക്കാരനായ ഒരച്ഛൻ, ആ അച്ഛൻ്റെ വാക്കുകളിലുണ്ട്. അല്ലെങ്കിൽ ഇത്രയും പ്രായമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ, അതിനെ എത്രത്തോളം അദ്ദേഹം വില കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ പ്രതികരണത്തിലുള്ളത്. ആദ്യം ആ അച്ഛൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. മൂന്നാമത് അധികാരത്തിൽ വരണം, എന്റെ പേര് കേട്ടണം. ഇത് വീഡിയോയിൽ കൂടെ വരുമല്ലോ. വരും. നെല്ലിമല ഏഴങ്കാട്ടിൽ വാസുദേവൻ നായർ 11ാം വാർഡിലാണ് ഇന്ന് താമസിക്കുന്നത്. നേരത്തെ താമസിച്ചിരുന്ന 15ാം വാർഡ്. പിണറായി വിജയൻ സാർ വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരണം. കരഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മനുഷ്യര് 3600 രൂപ കൈകൊണ്ട് വെച്ചു കിട്ടിയല്ലേ? കിട്ടില്ല. എന്റെ കൈകൊണ്ട് ഞാൻ പറ്റി. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. വീഡിയോയിൽ കൂടെ ഞാൻ കൊടുക്കാം. ഈ നാട്ടിൽ കൂടെ പറയാം കേക്കണം. അനുഭവം അല്ലേ പറയുന്നത്? അത് പറയാം. അനുഭവം പറയാം. പിണറായി വിജയൻ സാറ് പഞ്ചായത്തല്ലേ നമുക്ക് വിഷയം അല്ല, അസംബ്ലി. പിണറായി വിജയൻ സാറ് 3ാമത് അധികാരത്തിൽ വരണം. ഞാൻ BJPക്കാരനാണെന്ന് പറഞ്ഞല്ലോ. ആ മനുഷ്യൻ 2500 രൂപ കൊടുക്കാമെന്ന് അന്ന് പറഞ്ഞായിരുന്നല്ലോ. അന്നാ ഇന്ന് 2000 ആക്കിയല്ലോ. ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിയാലും ഇറങ്ങിയില്ലല്ലോ. അങ്ങനെ 2500 രൂപ കൊടുത്തില്ല. അതെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വിശ്വാസമാണ്. അദ്ദേഹം എന്ത് ചെയ്യും, ജനങ്ങൾക്ക് വേണ്ടി അതൊക്കെ എങ്ങനെ സാധ്യമാക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ കേരളത്തിൻ്റെ വികസനങ്ങൾ എടുത്തു നോക്കുന്നത്. അതിലുപരി മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഒരു കാര്യം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി അത് ചെയ്തിരിക്കും. പ്രതിപക്ഷത്തിരിക്കുന്നവർ PR വർക്കിലൂടെ തങ്ങളുടെ ജനപ്രതിനിധികളെ പൊക്കിക്കാണിക്കുന്നത് പോലെയല്ല, അല്ലാതെ മാധ്യമങ്ങളെ കൊണ്ട് തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പ്രതിപക്ഷത്തെ, പ്രത്യേകിച്ച് VD സതീശനെ പോലുള്ള ജനപ്രതിനിധികൾ ചെയ്യുന്നത് പോലെയുമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് വിളിച്ചു പറയുന്നത് അവരിൽ ഒരാൾ തന്നെയാണ്. അതും BJPക്കാരനായ ഈ ഒരു അച്ഛൻ്റെ വാക്കുകളിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ പറയും തുടർഭരണം ഉണ്ടാകുമോ ഇല്ലയോ എന്ന്.